ശമേ 4 ദിവസമായി അർജുനെ കാണാതായിട്ട്. അർജുൻ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വീട്ടുകാരെല്ലാം ആവലാതിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇത് വ്യക്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ശിലൂർ മലഞ്ചെരുവിൽ മണ്ണിടിഞ്ഞ് ഭാരത് ബെൻസിൻ്റെ ലോറി ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ടെന്നാണ് നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നത്. റഡാർ സംവിധാനം വഴി നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോഴും ആ വണ്ടി അതിനകത്തുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും പോയ അർജുൻ 10 പേരുമായിട്ടാണ് പോയത്. പലതാണ് പറയുന്നത്. കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് 10 പേരാണ് പോയത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലഞ്ചെരുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവ് ദേശീയപാത തൊട്ടപ്പുറത്ത് പുഴയാണ്. ഇതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഈ 10 പേരിൽ 7 പേരുടെ മൃതദേഹം കണ്ടെടുത്തത് പുഴയിൽ നിന്നാണ്. ഈ 7 പേരുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയ ശേഷം അർജുനായി നടത്തിയ തെരച്ചിലിൽ ലോറി ആ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ആദ്യം നമ്മൾ അഭ്യൂഹം ഉണ്ടായിരുന്നു. പിന്നീട് അർജുൻ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരമായിട്ടുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയത് ആ മണ്ണിനടിയിൽ ആ ലോറിക്കകത്ത് അർജുൻ്റെ ഫോൺ ഏതോ ഒരു നിമിഷത്തിൽ ഓണായി, ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയായി. അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കേരളം ഇടപെട്ടപ്പോഴാണ് രക്ഷാപ്രവർത്തനം കർണാടക കൂടുതൽ ത്വരിതഗതിയിൽ നടത്തിയതെന്ന് പറയുന്നു. അർജുൻ തിരിച്ചു വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമുക്ക് തിരിച്ചു കിട്ടില്ലേ അർജുനെ? എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം തിരിച്ചു വരാനാണല്ലോ. എല്ലാവരും വാർത്ത കാണുന്നതും ഈ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും ഒക്കെയാണ് ഈ പ്രോഗ്രാം ചാനലുകളിൽ നിന്ന് മാറി വാർത്താ ചാനലുകൾ റേറ്റിംഗിൽ കയറി വരുന്നത്. ഇപ്പോൾ അതായത് ആളുകൾ പ്രോഗ്രാം ചാനലുകളെയാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. വല്ലപ്പോഴും മാത്രമേ ഈ വാർത്ത ഏതെങ്കിലും ഒരു പ്രൈം ടൈമിലോ മറ്റോ ആണ് വാർത്ത കാണാറുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു വലിയ കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം മലയാളികളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഈ ന്യൂസ് ചാനൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. നമുക്കും ഭക്ഷണവും വെള്ളവും കിട്ടാതെ 5 ദിവസം പുള്ളി അതിനകത്ത് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. 10 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്തായാലും വണ്ടിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പിന്നെ വണ്ടിയിലുള്ള പ്രത്യേകിച്ച് ബാക്കി 7 പേര് ആ കടയിൽ നിന്നവരൊക്കെ അല്ലേ? അതെ. കടയുടമയുടെ ഭാര്യ, 2 കുട്ടികൾ, അങ്ങനെയാണ് ഈ ബോഡി കണ്ടെത്തിയ 7 മണ്ണിടിച്ചിലിൽ ഒലിച്ചു പോയവർ. ഇനിയും ഇതിനകത്ത് 3 പേര് ഉണ്ടെന്നാണ്, അർജുനടക്കം 3 പേരുണ്ടെന്നാണ് പറയുന്നത്, അവര് കരുതുന്നത്. ഇത് ഈ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഓടുന്ന വണ്ടികൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കും. ഭക്ഷണവും വെച്ചിരിക്കും, വെള്ളവും വെച്ചിരിക്കും. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 ദിവസത്തിനുള്ള വെള്ളം അതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭാരത് ബെൻസിന്റെ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിയാണ്. ഈ ഭാരത് ബെൻസിന്റെ പ്രത്യേകത അവരുടെ പിന്നെ വണ്ടികൾ അപകടത്തിൽപ്പെട്ടിട്ട് അവരുടെ വണ്ടിയിലെ യാത്രക്കാർ മരണപ്പെട്ട കഥകൾ വളരെ കുറവാണ്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അവരുടെ വണ്ടിയിൽ അപകടപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 1-2 പേര് അവരുടെ വാഹനത്തിന്റെ ചരിത്രത്തിൽ ഭാരത് ബെൻസിന്റെ ഷോറൂമിലൊക്കെ അവരിത് എഴുതി പ്രദർശിപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു പരസ്യം പോലെ അവർ എപ്പോഴും എടുത്തു വെക്കുന്ന ഒരു സാധനമാണ്. അവരുടെ വാഹനങ്ങളിൽ യാത്രക്കാർ മരണപ്പെടാറില്ല എന്നുള്ളത്. ബോഡി നല്ല കട്ടിയുള്ള ബോഡിയാണ്. അതിൻ്റെ മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ബോഡി തകരത്തില്ല. പക്ഷേ ആ ബലം അതിൻ്റെ ഗ്ലാസ്സിനുണ്ടോ എന്നുള്ളത് സംശയമാണ്, നോക്കണം. ബോഡിക്ക് നല്ല ബലമുണ്ട്. നല്ല ബലമുള്ള ബോഡിയാണ് ഭാരത് ബെൻസിന്റെ. പിന്നെ അതിൻ്റെ ഈ ഗ്ലാസ് പൊട്ടിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ ഗ്ലാസ്സിനുള്ള ബലമാണ് ഇനി അതിനകത്തൊരു സംശയമുള്ള ഒരു കാര്യം. പിന്നീട് ഇപ്പോൾ GPR കൊണ്ടുവന്നിട്ടാണ് അവർ കൊണ്ടുവന്ന് പരിശോധിക്കുന്നത്. GPR എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് പിന്നെ റഡാർ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മീറ്റർ ആഴം വരെ കണ്ടെത്താൻ പറ്റും. 25 മീറ്റർ അടിയിൽ വരെ ഇതിന് പിന്നെ ഓടിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് ഇതൊരു ചെറിയൊരു എക്യുപ്മെൻ്റാണ്. 2-3 കിലോ മാത്രം ഭാരമുള്ള ഒരു സാധനമാണ് ഈ GPR എന്ന് പറയുന്നത്. നമുക്കൊരു ടോയ് കാർ പോലെ ഇതിനെ വലിച്ചുകൊണ്ട് പോയി മണ്ണിൻ്റെ മുകളിൽ കൂടെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന് കണ്ടെത്താൻ പറ്റും. പിന്നെ ഈ താഴെ കിടക്കുന്നതെന്ന് പറയുന്നത് ലോറിയാണ്. അതൊരു ബയോളജിക്കലി ഉള്ള സാധനമല്ലല്ലോ, ഒരു മെറ്റലല്ലേ, ഡീഗ്രേഡബിൾ അല്ല. മെറ്റൽ ആയതുകൊണ്ട് എളുപ്പം അതിനെ കണ്ടെത്താൻ പറ്റും. അത്രയും വലിയൊരു മെറ്റൽ സംവിധാനമാണ് ആ മണ്ണിനടിയിലുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മൺകൂനക്ക് ഏകദേശം ഒരു 8 മീറ്റർ ഉയരം കാണും. ഭൂമിയിൽ നിന്ന് ആ മൺകൂന ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺകൂന 8 മീറ്ററോളം ഉണ്ട്. ഇവർ ഉപയോഗിക്കുന്ന GPR ഏതാണ്ട് 25 മീറ്റർ വരെ കണ്ടെത്താൻ സാധിക്കുന്ന
ഒന്നാണ്. ആ മണ്ണിനടിയിൽ ലോറി ഉണ്ട് എന്ന് ഏഷ്യാനെറ്റ് ഒഴികെയുള്ള ബാക്കി ചാനലുകളെല്ലാം നമ്മൾ ഈ സംസാരിക്കുന്ന സമയം 11:48 11:48 ഏഷ്യാനെറ്റ് ഒഴികെയുള്ള മറ്റ് ചാനലുകളെല്ലാം ലോറിയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ ഏഷ്യാനെറ്റ് പറയുന്നു ഇതുവരെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അത് വാർത്തയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഏഷ്യാനെറ്റിന്റെ വാർത്തയ്ക്ക് കുറച്ചുകൂടെ വിശ്വാസ്യത കൂടുതലുള്ളതാണ്. മലയാളം ചാനലുകളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഏഷ്യാനെറ്റിന്റെ വിശ്വാസ്യത കൂടുതലാണ്. അത് അവർ പൂർണ്ണമായിട്ട് ശരിയെന്നല്ല നമ്മൾ പറയുന്നത്. മറ്റു ചാനലുകളെ അപേക്ഷിച്ച് ഇവർക്ക് വിശ്വാസ്യതയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ക്രെഡിബിൾ ആണ്. അപ്പോൾ ഈ GPR വെച്ചാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ GPR വെച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇതുവരെ ഇല്ലെന്ന് ഏഷ്യാനെറ്റ് പറയുന്നുണ്ട്. ഇതുവരെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എവിടെ പോയി എന്നുള്ളതാണ്. ഈ വണ്ടിക്കകത്ത് ഏതാണ്ട് 30 ടൺ ഭാരമുണ്ടായിരുന്നു. പിന്നെ വണ്ടിക്ക് ഏകദേശം 9 ടൺ ഭാരം വരും. ഈ വണ്ടിക്ക് ഭാരത് ബെൻസിന്റെ 12 വീലാണിത്. പിന്നെ 12 വീൽ വണ്ടിയാണ്. അപ്പോൾ അതിന് ഏതാണ്ട് ഒരു 9 ടണ്ണോളം ഭാരമുള്ള വണ്ടി, അതിനകത്ത് 30 ടണ്ണോളം ഭാരമുള്ള അതിനകത്തെ ലോഡ്. എൻ്റെ ഒരു സംശയമുണ്ട്, ശ്വാസം കിട്ടുമോ പുള്ളിക്ക്? ഏതാ ഇതിന് ഉള്ളിലേക്കല്ലേ? വണ്ടിക്ക് മുകളിലൂടെ ഒരു മൺകൂന വന്ന് വീഴുകയാണ്, ശ്വാസം കിട്ടാൻ പാടാണ്. വണ്ടി സ്റ്റാർട്ടാവത്തില്ല. വണ്ടി സ്റ്റാർട്ടാവണമെങ്കിൽ അതിന് ഫ്യൂല് മാത്രം പോരല്ലോ. അതിനകത്ത് എയർ ഫിൽറ്റർ വഴി പിന്നെ എഞ്ചിനിലേക്ക് ഫ്യൂലിനൊപ്പം ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നത്. അതിൻ്റെ പിന്നെ എയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോകും, തന്നെ ഓഫായി പോകും. വണ്ടി ഓഫായാൽ AC ഓഫാവും. പിന്നെ ഒരു പഴയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് നടന്ന അതോടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രത്യേകതരം കേസാണ്. ഒരു യുവാവും യുവതിയും കൂടി ഒരു വീട്ടിലെ കാർ പോർച്ചിലേക്ക് കാറ് കൊണ്ടുവന്ന് കാമുകന്മാരാണ്. അപ്പോൾ ഇവര് കാർ പോർച്ചിലേക്ക് കാർ കയറ്റിയിട്ടിട്ട് അതിനകത്ത് കാർ പോർച്ച് ഷട്ടറായിരുന്നു. ഈ ഷട്ടർ പിടിച്ചിട്ടിട്ട് ഇവർ രണ്ടുപേരുടെ AC ഇട്ട് അതിനകത്തിരുന്നു. മരിച്ചുപോയി. എയർ കിട്ടുന്നില്ല, പുറത്തുനിന്ന് ഓക്സിജൻ വണ്ടി വലിച്ചെടുക്കുന്ന എന്താണ്, പുറത്തുനിന്നുള്ള ഓക്സിജൻ അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും അതിനുള്ളിൽ തന്നെ കിടന്ന് മരണപ്പെട്ടു. അപ്പോൾ അത് പേരോ കാര്യങ്ങളോ പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ വണ്ടി ഒരു മൺകൂനയുടെ അടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുറത്തുനിന്ന് എയർ വലിച്ച് കയറ്റാൻ വണ്ടിയെ കൊണ്ട് പറ്റണം, വണ്ടിയെ കൊണ്ട് സാധിക്കണം. ഇത് 350-360 ലിറ്റർ ആണ് അതിൻ്റെ ടാങ്ക്. 360 ലിറ്റർ ടാങ്ക്. അതായത് 3 ദിവസം വേണമെങ്കിൽ അതിനെ ഓണാക്കി ഇടാം. വണ്ടി ഓടുന്നില്ലെങ്കിലും 3 ദിവസം എങ്കിലും അതിനെ ഓണാക്കി ഇടാൻ സാധിക്കുന്ന വണ്ടിയാണത്. അപ്പോൾ വണ്ടി ഓണായി കിടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള വണ്ടിക്ക് എയർ കിട്ടണം. വണ്ടിക്ക് എയർ കിട്ടിയാലല്ല വണ്ടി ഫ്യൂവലിനൊപ്പം ഇഞ്ചക്ട് ചെയ്താലേ വണ്ടി സ്റ്റാർട്ടായി നിൽക്കത്തുള്ളൂ. പിന്നെ ഇത് ബോഡി തകരത്തില്ല. ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ബോഡി തകർക്കുക, ഭാരത് ബെൻസിന്റെ ബോഡിയെ തകർക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ആ വണ്ടി ചരിഞ്ഞായിരിക്കുമല്ലേ കിടക്കുന്നത്, പറയാൻ പറ്റില്ല. അത്രയും വലിയ മൺകൂന വന്ന് ഇടിക്കുമ്പോൾ വണ്ടി സാധ്യത കുറവാണ്. വണ്ടിയെ പിടിച്ച് മറിക്കാനും വലിയ പാടാണ്. അതിനെ പിടിച്ച് മറിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഫോഴ്സ് ഭയങ്കരമാണ്. അത് ശരിയാണ്. പക്ഷേ ഒന്നും അല്ല, അത് മാക്സിമം അത് നൂന്നിരിക്കാനുള്ള സാധ്യതയായിരിക്കാം, നിവർന്നിരിക്കുന്നത് സാധ്യതയാണ്. ചരിഞ്ഞു പോകാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇത് ചരിഞ്ഞു പോകാനും സാധ്യത കുറവാണ്. അല്ല, ഇതിൽ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുന്ന സംഭവം എന്താ അറിയാം, നമ്മുടെ പ്രകൃതി എന്ത് വിസ്മയമാണ്. നമ്മൾ അതിനു മുമ്പിൽ എന്ത് ചെറുതാണ്. മനുഷ്യൻ എത്രത്തോളം ആധുനികമായിട്ട് പല എക്യുപ്മെന്റ്സ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതില്ലേ, ടൈറ്റാനിക് കാണാൻ പോയ ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് പോയ ആൾക്കാരുടെ ആ ഒരു പേടകം പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ കിണഞ്ഞു പരിശ്രമിച്ചു. അതായത് കടലിൽ ഒരു മൊട്ടുസൂചി വീണാൽ നമ്മൾ എങ്ങനെ തപ്പും എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മുടെ കൺമുന്നിൽ ആമേഴഞ്ചാൻ തോടിൽ ജോയി ഒലിച്ചു പോയപ്പോൾ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. നമ്മുടെ സന്നാഹങ്ങളെല്ലാം തീർത്തും പ്രകൃതിക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമാണ് അതിദാരുണമായിട്ടുള്ള ഈ ഒരു അവസ്ഥ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റാത്തതാണോ, നമ്മുടെ നിഷ്ക്രിയത്വമാണോ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്നതിൽ ഉണ്ടാകുന്ന വൈകി പോകുന്നതാണോ, എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന വിഷയം? അതായത് ഈ പ്രകൃതിയെ മനസ്സിലാക്കാതെ അതിനകത്ത് പോയി കൺസെഷൻ നടത്തി കഴിഞ്ഞുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. നിർമ്മാണം നടത്തുമ്പോൾ പ്രകൃതിയെ മനസ്സിലാക്കാതെ നിർമ്മാണം നടത്തിയ വലിയ അപകടം ചെയ്യും. ഇപ്പം നമുക്ക് ഈ മെയിൻ സെൻട്രൽ റോഡ്, എം സി റോഡിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണ്
ഇടിക്കുന്നുണ്ട്, വ്യാപകമായി മണ്ണിടിക്കുകയാണ്. ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയാണ് ഈ മണ്ണിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഇവർ ആലോചിക്കുന്ന പോലും ഇല്ലാതെ ഇതിനെ പിന്നെ ഈ ഇടിച്ച് നിരത്തി കൊണ്ട് വരികയാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അവിടെ നേരത്തെ മണ്ണ് അവർ വെട്ടി മാറ്റി. മണ്ണ് വെട്ടി മാറ്റിയപ്പോൾ മണ്ണിന്റെ ബലം പരിശോധിക്കാതെ ഇത് വെട്ടി മാറ്റി കളഞ്ഞു. അതാണത് മൊത്തത്തിൽ ഇടിഞ്ഞ് താഴെ വന്നത്. ഇന്നലെ ഞാൻ നോക്കിയിട്ട് നേവിയുടെ ഒക്കെ പരിശോധന ആ ഗംഗാവാലിയിൽ നടത്തിയിട്ടുണ്ട്. ഈ സോണാർ വെച്ചിട്ടാണ് അവർ പരിശോധിക്കുന്നത്. നമ്മുടെ ഇവിടെ ആമഴയൻ ചാനലും അതാണ് ഞാൻ പറഞ്ഞത്, വലിയ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ട് അന്ന് ഇവിടെ വന്നവരും നേവിക്കാര് സോണാർ കൊണ്ടാ വന്നത്. ബോഡി വന്നു സോണാർ കൊണ്ട് അവർ ഇവിടെ വന്നത്. സോണാർ കൊണ്ട് വന്നിട്ട് മുമ്പ് പരിശോധിച്ച നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ, അതെ നേവിക്കാര് ഈ വെള്ളം പോലെയുള്ള സാധനങ്ങളിൽ സോണാർ ഉപയോഗിച്ച് നമുക്ക് അല്ല, ഇത് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ ഇറക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് കലക്ക് വെള്ളമാണ്, കലങ്ങി ഒഴുകുകയാണ്. മുഴുവൻ ഒരു ഇരുട്ട് മാത്രമേ കാണാൻ പറ്റൂ. അല്ല, സോണാർ വെച്ച് കഴിഞ്ഞാൽ എക്യുപ്മെന്റിനെ കണ്ടുപിടിക്കാം. ഈ സാധനത്തിനെ വണ്ടിയെ കണ്ടുപിടിക്കാൻ പറ്റും. വണ്ടിയെ അവർക്ക് ലൊക്കേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ GPR വെച്ചിട്ട് നോക്കുമ്പോൾ GPR ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. 25 മീറ്ററിന് അടിയിൽ വരെ GPR പിടിക്കും. GPR അത് മാത്രമല്ല, ഇത്രയും വലിയൊരു വസ്തു, ലോറി എന്ന് പറയുന്നത് എന്താ ചെറിയ സാധനം, അത്രയും വലിയൊരു വസ്തു അല്ലേ അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അതിനുള്ളിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ എയർ കിട്ടണം. വണ്ടിക്ക് എയർ കിട്ടണം. വണ്ടിക്ക് എയർ കിട്ടിയാൽ അദ്ദേഹത്തിന് ശ്വാസം കിട്ടും, ശ്വാസം നിന്നു പോകാൻ പറ്റും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ലോറി ഡ്രൈവർമാർ അവര് കരുതി വെക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട. ഈ ഇവിടുത്തെ ഈ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും സാങ്കേതികമായിട്ടൊക്കെ പുരോഗമനം ഉണ്ടായി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഒരു മനുഷ്യനെ 5 ദിവസം മണ്ണിനടിയിൽ പെട്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ മാത്രമാണോ? ഒരു വലിയൊരു ലോറി ഈ മണ്ണിനടിയിൽ കിടന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പുരോഗമിച്ചു എന്നുള്ള വലിയ സംശയം ഞാനും ആലോചിക്കുന്നത്. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ എന്താ പറയുക, സമുദ്രം പോണ്ട, ഇന്നും മനുഷ്യൻ എത്തിപ്പെടാത്ത ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളിലെ പല ഭാഗങ്ങളുണ്ട്. എന്നിട്ടാണ് നമ്മൾ അങ്ങ് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോകുമെന്ന് വാചകം ഓടിക്കുന്നത്. ഭൂമിയിൽ ഒരാളെ രക്ഷിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ പോലും നമുക്ക് വളരെ സ്പീഡ്, ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. സ്പീഡ് വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും കാര്യമായിട്ട് അവരിതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഗൗരവമായിട്ട് ആ സർക്കാർ അതിനെ ഗൗരവമായിട്ട് എടുത്തില്ല. മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിലായിരുന്നു കർണാടക സർക്കാരിന്റെ ശ്രദ്ധ എന്നാണ്. പിന്നീട് കേരളം ഇടപെട്ടപ്പോഴാണ് കേരളം ഇടപെട്ടു. കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും അവിടവുമായി ബന്ധപ്പെട്ടു. KC വേണുഗോപാലൊക്കെ അവിടെ CM-ഉമായിട്ട് സംസാരിച്ചു. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹവും ഇതുപോലെ അവിടേക്ക് വിളിച്ച് സംസാരിച്ചു. അതുപോലെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയൊക്കെ അവിടേക്ക് പറഞ്ഞയക്കുകയും കുറച്ച് ഊർജിതം നമ്മൾ കാണിച്ചപ്പോഴാണ് അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ആ റോഡ് വൃത്തിയാക്കി ആളെ വിടണമെന്നേ ഉള്ളൂ. നമ്മൾ കാരണമാണ് ബാക്കിയുള്ളവരുടെ ബോഡിയെങ്കിലും കിട്ടിയത്. എന്ത് കഴിഞ്ഞാലും അർജുനുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അദ്ദേഹം ജീവനോടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തിരിച്ചെത്തട്ടെ. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം വലിയ വലിയ അപകടങ്ങളിൽ, ഈ പ്രതിസന്ധികളിൽ നിന്ന് കയറി വന്നിട്ടുള്ള മനുഷ്യനെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കാരെല്ലാം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മനുഷ്യനായതുകൊണ്ട് ഗ്ലാസ് ഡോറ് വലിച്ചു തുറന്നൊന്നും ഇറങ്ങാൻ ആ ബുദ്ധിമോശം കാണിക്കില്ല. ഡോറ് വലിച്ച് അദ്ദേഹം ലോറിയിൽ നിന്നും എയർ കിട്ടുന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തകർ അവിടെ എത്തുന്നത് വരെ ഡോറ് തുറക്കാൻ പാടില്ല. ഡോറ് തുറന്നു കഴിഞ്ഞാൽ അത് അപകടം ചെയ്യും അദ്ദേഹത്തിന്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അത്തരം മണ്ടത്തരം അദ്ദേഹം കാണിക്കില്ല. അതിലൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.